Hello, Magle. Welcome back to our English class. So today we are going to learn how to write an announcement. എങ്ങനെയാണ് നമ്മൾ announcement എഴുതുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So hope you all are ready അല്ലേ? എന്റെ മക്കൾ റെഡിയാണെന്ന് എനിക്കറിയാം. എന്റെ കൂടെ തന്നെ ഓടിക്കോളൂ കേട്ടോ. നാടോടുമ്പോൾ നടുവേ ഓടണം, നടുവേ ഓടിക്കോ, ഒന്നും നോക്കണ്ട. കണ്ണും പൂട്ടി ഓടിക്കോ, കണ്ണു പൂട്ടി ഓടാൻ നിൽക്കണ്ട. കണ്ണ് രണ്ടും ഈ മുട്ടും കാലി കുത്തി വീകും. കണ്ണ് തുറന്ന് അങ്ങ് ഓടിക്കും എന്റെ കൂടെ. സോ ഇവിടെ നമുക്കൊരു ചോദ്യം ഉണ്ട്. നമ്മുടെ ചാപ്റ്ററിനുള്ള ചോദ്യമാണ് ദ പ്രിൻസ് ചൂസ് സിൻഡ്രല്ല ആസ് ഹിസ് ബ്രൈഡ്. അങ്ങനെ നമ്മുടെ സുന്ദരനായ രാജകുമാരൻ എന്താണ് സിൻഡ്രല്ലയെ തിരഞ്ഞെടുത്ത് രാജകുമാരിയായി. ദ പ്രിൻസ് ആസ്ക്ഡ് ദ മെസ്സഞ്ചർ ടു മേക്ക് ആൻ അനൗൺസ്മെന്റ് ഇൻ പബ്ലിക് പ്ലേസസ് അറൌണ്ട് ദ കിങ്ഡം. അങ്ങനെ എന്താണ് രാജാവ് പറയാണ്, അവിടുത്തെ ജോലിക്കാരോട് പറയാണ്, പോയി എന്ത് ചെയ്യൂ, അനൗൺസ്മെന്റ് ചെയ്യൂ, എന്റെ കല്യാണമാണെന്ന്. നാട് മുഴുവൻ എന്താണ് പെരുമ്പറ മുഴങ്ങട്ടെ, യുദ്ധം തുടങ്ങട്ടെ എന്നല്ല പറയുന്നത്. പെരുമ്പറ മുഴങ്ങട്ടെ, എന്റെ കല്യാണം നാട്ടുകാർ മുഴുവൻ അറിയട്ടെ എന്ന് ആര് പറയാണ്? നമ്മുടെ രാജാവ് പറയാണ്. അപ്പൊ അത് റോയൽ വെഡിങ്. ഓക്കെ, നമ്മളൊക്കെ സാധാരണ എന്ത് പറയും? വെഡിങ് എന്ന് പറയും. രാജാവാകുന്ന സമയത്ത് എന്താണ്? ഇറ്റ് ഈസ് റോയൽ വെഡിങ്, റൈറ്റ്? യാ, ഇറ്റ് ഈസ് റോയൽ വെഡിങ്. തീർച്ചയായിട്ടും അവരെ ഫാമിലി, റോയൽ ഫാമിലി എന്ന് തന്നെയാണ് എന്നും നമ്മൾ എന്ത് പറയാം? രാജകുടുംബങ്ങളെ പറയാം. അവർ ആ ഒരു സ്ഥാനം കൊടുത്തിട്ട്. ഓക്കെ, അപ്പൊ റോയൽ വെഡിങ് ആണ്. പ്രിപ്പയർ ദ അനൗൺസ്മെന്റ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. എങ്ങനെ നമ്മൾ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാം? വെറുതെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത പോലെ നോ. നമ്മൾ ആദ്യം എന്ത് എഴുതണം? ശ്രദ്ധയ്ക്ക്, ആളുകൾക്ക് ഒരു സാല്യൂട്ടേഷൻ കൊടുക്കണം. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞാൽ ഡംബ ഡംബൻ ഡംബ ഡംബ ടക്കടക്ക ടക്കട എന്ന് പറഞ്ഞിട്ട് ചെയ്യണം, മുട്ടണം, പെരുമ്പറ മുട്ടണം. അതിനുശേഷം നമ്മൾ ആളുകളെ വിളിക്കണം. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് രാജാവ് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ പറയണം. ഫോർ ദ അറ്റൻഷൻ ഓഫ് ഓൾ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. ഈ രാജ്യത്തിലെ എല്ലാ ആളുകളുടെ എന്താണ് ശ്രദ്ധയ്ക്ക്? ഫോർ ദി അറ്റൻഷൻ ഓഫ് ഓൾ ദി പീപ്പിൾ ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളുടെ ശ്രദ്ധയ്ക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളുകൾക്ക് സാല്യൂട്ടേഷൻ കൊടുക്കണം. നിങ്ങളുടെ എക്സാമിന് മറ്റൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ഇതേപോലെ എഴുതണം. ഫോർ ദി അറ്റൻഷൻ ഓഫ് പീപ്പിൾ, ഫോർ ദി അറ്റൻഷൻ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികൾക്കുള്ളതാണെങ്കിൽ ഫോർ ദി അറ്റൻഷൻ ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഫോർ ദി അറ്റൻഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ, ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് എന്ന് നമ്മൾ എഴുതണം. ദ മാജസ്റ്റി ഈസ് ഗോയിങ് ടു മാരി. നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരൻ എന്ത് ചെയ്യുന്നു? നല്ല കല്യാണം കഴിക്കാൻ പോകുന്നു. ദ മാജസ്റ്റി ഈസ് ഗോയിങ് ടു മാരി. അദ്ദേഹം എന്ത് ചെയ്യുമ്പോൾ നാളെ വിവാഹം കഴിക്കാൻ പോവാണ്. at 12 PM 12 മണിക്ക്. ദ ഗ്രാൻഡ് സെറിമണി വിൽ ബി ഹെൽഡ് അറ്റ് ദി പാലസ്. എവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന വലിയൊരു ചടങ്ങ് നടക്കുന്നത്? നമ്മുടെ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. യു ഓൾ ആർ ഇൻവൈറ്റഡ് ഫോർ ദ റോയൽ വെഡിങ് സെറിമണി ആൻഡ് ലഞ്ച് ദ ആഫ്റ്റർ. നിങ്ങൾ എല്ലാവരും എന്താണ് ആ ഒരു റോയൽ സെറിമണിയിലേക്ക്, കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലഞ്ചും ഉണ്ട്. ഭക്ഷണവും കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രജകൾ പോകാൻ പറ്റുള്ളൂ. രാജാവിന്റെ കല്യാണമല്ലേ? നമ്മളൊക്കെ കല്യാണമാണോ? നോ, രാജാവിന്റെ കല്യാണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സെന്റൻസും ശ്രദ്ധിക്കണം. കാരണം പീപ്പിൾ ആർ ഇൻവൈറ്റഡ് ടു ദ പാലസ്. ആളുകൾ എന്ത് ചെയ്യാണ്? ജനങ്ങളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് ഡേ ആഫ്റ്റർ പ്രേയേഴ്സ് ആൻഡ് വിഷസ്. നിങ്ങളുടെ പ്രാർത്ഥനകളും വിഷസ് അല്ലെ, ആശംസകളും അല്ലെ, പ്രേയേഴ്സ് ആൻഡ് വിഷസ് എന്ത് ചെയ്യുക? അവിടെ വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, ആശംസകളൊക്കെ എന്ത് ചെയ്യുക? നേർപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്ര എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. ഇത് ചിലപ്പോൾ നിങ്ങളോട് വേറെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അധികം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും രാജാവുമായി ബന്ധപ്പെട്ടുള്ള. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർ ദ പീപ്പിൾ, അല്ലെങ്കിൽ ഫോർ ദി അറ്റൻഷൻ ഓഫ് ഓൾ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി, ഇതന്നെ നിങ്ങൾക്ക് എഴുതാം. ഇനി വേറൊന്നാണെങ്കിലോ, ഇപ്പൊ നമ്മുടെ ഗ്ലാസ് ഷൂ പൊട്ടി. അപ്പൊ രാജാവ് എന്ത് ചെയ്യാണ്? ആ മറ്റൊരു ഗ്ലാസ് ഷൂ ആയിട്ട് വരുന്നവര് അവർക്ക് എന്താണ് സമ്മാനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്തായിരിക്കും? രാജാവ് കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ആ ഷൂവിന്റെ ഉടമ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെന്റ് ആണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? ഫോർ ദി അറ്റൻഷൻ ഓഫ് ഓൾ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. The prince has announced that whoever will come to the palace with the other pair of shoe, the glass shoe, prince will marry that one. എഴുതിക്കൂടെ? That person. എഴുതിക്കൂടെ? ആ ഷൂന്റെ ഉടമ ആരാണോ? ദ ഓണർ ഓഫ് ദ ഗ്ലാസ് ഷൂ. ഇഫ് ദേ കം ടു ദ പാലസ്, ദ പ്രിൻസ് വിൽ മാരി ദ പേഴ്സൺ. എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. അപ്പൊ ടോപ്പിക് എന്താകാം? മേ ബി ഡിഫറെന്റ്. നമുക്ക് വേറെ ടോപ്പിക് തരുന്നിരിക്കാം. ഓക്കെ, അപ്പൊ ടോപ്പിക്കിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മളത് മാറ്റാൻ പഠിക്കണം. അപ്പൊ നമുക്ക് എന്തായിരിക്കും? രാജാവാണെങ്കിൽ ജനങ്ങളിലേക്ക് തന്നെ ആയിരിക്കും. ഇതിപ്പോ നിങ്ങളുടെ സ്കൂളിൽ അനൗൺസ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഫോർ ദി സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. സ്കൂളിൽ പഠിക്കുന്ന എല്ലാവിധ കുട്ടികൾക്കും അങ്ങനെ എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി എഴുതാൻ പഠിക്കാം. Okay, so now you got an idea on how to write an announcement. Okay, so we stop here. Next video we will be doing another content and a very important content. Thank you.